ഓക്കെ, സെക്ഷൻ 24 കമ്പൽസറി GST രജിസ്ട്രേഷൻ. അപ്പൊ CGST ആക്ടിലെ സെക്ഷൻ 24 കമ്പൽസറി GST രജിസ്ട്രേഷനെ പറ്റിയിട്ട് ഉള്ള പോർഷൻസ് ഉള്ളത്. അപ്പോൾ CGST ആക്ടിലെ സെക്ഷൻ 22(1) എന്തൊക്കെ തന്നെ കാണിച്ചിട്ടുണ്ടെങ്കിലും ഈ താഴെ ചേർക്കുന്ന ആൾക്കാർ കമ്പൽസറി ആയിട്ട് രജിസ്ട്രേഷൻ എടുക്കണം. അവർക്ക് ആ ലിമിറ്റ് ആപ്ലിക്കബിൾ അല്ല. ഒരു ലിമിറ്റ് ഉണ്ട്, നമ്മൾ കണ്ടിരുന്നു, 10 ലക്ഷം, 20 ലക്ഷം, 40 ലക്ഷം. ആ ലിമിറ്റ് ആപ്ലിക്കബിൾ അല്ല. കമ്പൽസറി ആയിട്ട് രജിസ്ട്രേഷൻ വേണ്ട ആൾക്കാർ, അതാണ് CGST ആക്ട് സെക്ഷൻ 24. അപ്പൊ ആരൊക്കെ? ഒന്നാമത്തെ കാര്യം, ഇന്റർസ്റ്റേറ്റ് ടാക്സിബിൾ സപ്ലൈ അതുള്ള ആൾക്കാർ കമ്പൽസറി രജിസ്ട്രേഷൻ വേണം. ഇൻട്രാസ്റ്റേറ്റ് അല്ല, ഇന്റർസ്റ്റേറ്റ്. അപ്പൊ അതിൽ മറ്റൊരു കാര്യം കൊടുത്തിട്ടുണ്ട്, നോക്കത്. ഒരു എക്സംഷന്റെ കാര്യം ബ്രാക്കറ്റിൽ കാണുന്നുണ്ട്. ഇന്റർസ്റ്റേറ്റ് സപ്ലൈ സർവീസ് ആണ് ടേൺ ഓവർ 20 ലക്ഷം അല്ലെങ്കിൽ അവർ എക്സംപ്റ്റഡ് ആണ്. അവർക്ക് കമ്പൽസറി GST രജിസ്ട്രേഷൻ വേണ്ട. ആ ഡേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, 1/2/2019 മുതൽ. കാഷ്വൽ ടാക്സുകൾ പേഴ്സൺ എല്ലാ സമയത്തൊന്നും സപ്ലൈ ചെയ്യണില്ല, ചില പ്രത്യേക സമയത്ത് മാത്രം സപ്ലൈ ചെയ്യുന്നുണ്ട്. അവർക്ക് കമ്പൽസറി രജിസ്ട്രേഷൻ വേണം. അതുപോലെ റിവേഴ്സ് ചാർജ് അനുസരിച്ച് GST അടക്കം ഉത്തരവാദിത്തമുള്ള ആൾക്കാർ. ഈ റിവേഴ്സ് ചാർജ് മെക്കാനിസം GST 2 മെക്കാനിസം ഉള്ളത്. ഒന്ന് ഫോർവേഡ് ചാർജ് മെക്കാനിസം, ഒന്ന് റിവേഴ്സ് ചാർജ് മെക്കാനിസം. ഈ റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്ന് വെച്ചാൽ ചില കേസിൽ സപ്ലൈ ചെയ്യുന്ന ആളല്ല, ആ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് റിസീവ് ചെയ്യുന്ന ആളാണ് GST അടക്കേണ്ടത്. അത്തരത്തിലുള്ള കേസാണ് റിവേഴ്സ് ചാർജ് മെക്കാനിസം. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് കമ്പൽസറി രജിസ്ട്രേഷൻ വേണം. അതുപോലെ തന്നെ പേഴ്സൺ ഹു ആർ റിക്വയർഡ് ടു പേ GST അണ്ടർ സെക്ഷൻ 95 മറ്റൊരു കേസാണ്. കണ്ടിന്യൂ ചെയ്യാണ്. നോൺ റെസിഡന്റ് ടാക്സുകൾ പേഴ്സൺ, അവര് ടാക്സിബിൾ സപ്ലൈ നടത്തുകയാണെന്ന് വെച്ചാൽ രജിസ്ട്രേഷൻ കമ്പൽസറി. അതുപോലെ തന്നെ ഈ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് അവര് TDS പിടിക്കേണ്ടി വരും ചില കോൺട്രാക്ടേഴ്സിനൊക്കെ പേയ്മെന്റ് കൊടുക്കുമ്പോൾ. ഇൻകം ടാക്സ് TDS അല്ല, GST TDS. അപ്പൊ സെക്ഷൻ 51 അനുസരിച്ച് GST TDS പിടിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഏജൻസികൾ എല്ലാവരും തന്നെ കമ്പൽസറി രജിസ്ട്രേഷൻ എടുക്കണം. അതുപോലെ person who make taxable supply goods or service or both on behalf of other taxable person, ഇപ്പൊ ഏജന്റ് ആയിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അവർക്ക് കമ്പൽസറി രജിസ്ട്രേഷൻ വേണം. ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ, അവര് ഈ ആക്ട് അനുസരിച്ച് രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർക്ക് ഇവിടെ ഈ സെക്ഷൻ അനുസരിച്ചിട്ട് കമ്പൽസറി രജിസ്ട്രേഷൻ വേണം. ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന് വെച്ചാൽ ഒരു സെൻട്രൽ ഓഫീസ് മുഴുവനായിട്ട് സർവീസിന് പേയ്മെന്റ് കൊടുക്കുമ്പോൾ GSTയുടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് അവരുടെ പേരിലാണ് വരിക. പക്ഷെ അവർ ഒറ്റ ക്ലെയിം ചെയ്യാൻ പാടില്ല, അത് എല്ലാ ഓഫീസിനും കൂടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ആ ഒരു കൺസെപ്റ്റ് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന കൺസെപ്റ്റ്. അപ്പൊ അങ്ങനെയുള്ള ആ സെൻട്രൽ ഓഫീസ്, ആ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സെൻട്രൽ ഓഫീസ്, അവർക്ക് GSTയില് കമ്പൽസറി രജിസ്ട്രേഷൻ വേണം. പിന്നെ പേഴ്സൺസ് ഹു സപ്ലൈ ഗുഡ്സ് ഓർ സർവീസസ് other than supplies specified under subsection 5 section 9 through such electronic commerce operator. ഇലക്ട്രോണിക് കോമേഴ്സ് ഓപ്പറേറ്റർ വഴി ഗുഡ്സ് സർവീസ് സപ്ലൈ ചെയ്യുന്ന ആൾക്കാർ, അവർക്ക് is required to collect a tax at source under section 52. അപ്പൊ ഇലക്ട്രോണിക് കോമേഴ്സ് ഓപ്പറേറ്റർ വഴി ഗുഡ്സ് സർവീസ് സപ്ലൈ ചെയ്യുന്ന ആൾക്കാർ സെക്ഷൻ 9 സബ്സെക്ഷൻ 5 ഒഴികെ ഉള്ള ചില ആൾക്കാർ, അവർക്ക് GSTയുടെ കമ്പൽസറി രജിസ്ട്രേഷൻ വേണം. അവര് TDS പോലെ ടാക്സ് അറ്റ് സോഴ്സ് ഉണ്ട് GSTയിൽ, അത് കളക്ട് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനത്തെ ആൾക്കാർ. അപ്പോ അടുത്തത് പിന്നെ ഇലക്ട്രോണിക് കോമേഴ്സ് ഓപ്പറേറ്റർ, എല്ലാ ഇലക്ട്രോണിക് കോമേഴ്സ് ഓപ്പറേറ്റേഴ്സിനും കമ്പൽസറി രജിസ്ട്രേഷൻ വേണം. അതുപോലെ തന്നെ അടുത്ത കാര്യം, എവരി പേഴ്സൺ സപ്ലൈയിങ് ഓൺലൈൻ ഇൻഫർമേഷൻ ഡാറ്റാബേസ്. അപ്പോ ഇന്ത്യക്ക് ഔട്ട്സൈഡ് നിന്ന് കേട്ടോ, ഇന്ത്യക്ക് ഉള്ളിൽ നിന്നല്ല, ഇന്ത്യക്ക് ഔട്ട്സൈഡ് നിന്നിട്ട് അവര് ഓൺലൈൻ ഇൻഫർമേഷനോ ഡാറ്റാബേസിന്റെ അക്സസോ അല്ലെങ്കിൽ ഡാറ്റാബേസിന്റെ റിട്രീവലോ ആ സർവീസ് ഒക്കെ ഇന്ത്യക്ക് ഔട്ട്സൈഡ് നിന്ന് ചെയ്ത് കൊടുക്കുകയാണെന്ന് വെച്ചാൽ അത് കൊടുക്കുന്ന ഇന്ത്യയിലത്തെ ഒരാൾക്കാണ്. അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് ആ സപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് GSTയുടെ രജിസ്ട്രേഷൻ വേണം കേട്ടോ. അപ്പൊ ഇത്തരത്തിലുള്ള ആൾക്കാർക്കാണ് കമ്പൽസറി രജിസ്ട്രേഷൻ വേണ്ടത്. പിന്നെ ഗവൺമെന്റ് കാലാകാലങ്ങൾ നോട്ടിഫിക്കേഷൻ കൂടെ ചില എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന പേഴ്സൺ മേക്കിംഗ് ഇൻഡസ്ട്രേറ്റ് ടാക്സിബിൾ സപ്ലൈ
അപ്പോൾ ഇന്റർസ്റ്റേറ്റ് ടാക്സുകൾ സപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് കമ്പൽസറി രജിസ്ട്രേഷൻ വേണമെന്ന് പഠിച്ചു. അതിലത്തെ ഒരു എക്സംഷനാണ് കൊടുത്തിരിക്കുന്നത്. ജോബ് വർക്കർ അയാൾ ഇന്റർസ്റ്റേറ്റ് സപ്ലൈ സർവീസ് രജിസ്റ്റേർഡ് പേഴ്സൺ നടത്തുകയാണെന്ന് വെച്ചാൽ ഗവൺമെന്റ് ഈ PPT കാണുന്ന നോട്ടിഫിക്കേഷൻ വഴി അവർ എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് GSTയുടെ കമ്പൽസറി രജിസ്ട്രേഷൻ ആവശ്യമില്ല. അടുത്ത കാര്യം, മറ്റു നോട്ടിഫിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഇന്റർസ്റ്റേറ്റ് ടാക്സബിൾ സപ്ലൈ ഹാൻഡിക്രാഫ്റ്റ് ഗുഡ്സ്, ആ ഒരു ഗുഡ്സിന്റെ ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ചെയ്യുന്ന ആൾക്ക് ആ ലിമിറ്റ് വരെ കമ്പൽസറി രജിസ്ട്രേഷൻ വേണ്ട. സാധാരണ ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ആകുമ്പോൾ ലിമിറ്റ് നോക്കാതെ തന്നെ കമ്പൽസറി രജിസ്ട്രേഷൻ വേണമെന്ന് പഠിച്ച കാലത്തൊരു എക്സംഷൻ ആണ് അത്. അതുപോലെ തന്നെ ടേൺ ഓവർ 20 ലക്ഷം അധികരിക്കാത്ത ഇന്റർസ്റ്റേറ്റ് ടാക്സബിൾ സർവീസ് സപ്ലൈ ചെയ്യുന്ന ആൾക്ക് എന്ത് വേണ്ട? GSTയുടെ രജിസ്ട്രേഷൻ വേണ്ട. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ നോക്കുക. അവിടെ മിസ്റ്റർ എ, അയാൾക്ക് ഒരു ഗാർമെന്റ് ഷോപ്പ് ഉണ്ട് ലുധിയാനയില്, 18 ലക്ഷം ടേൺ ഓവർ. ഓട്ടോമാറ്റിക്കലി അയാൾ ലിമിറ്റിന് താഴെയാണ്. ഒന്നാമത്തെ കേസിൽ റെഡിമെയ്ഡ് ഗാർമെന്റ് കൊടുക്കുകയാണ്. അത് 10,000 രൂപയ്ക്കുള്ള റെഡിമെയ്ഡ് ഗാർമെന്റ് ആണ്. അത് കൊടുക്കുന്ന നമുക്ക് ആ PPT കാണാൻ പറ്റുന്നുണ്ട്. ആ സ്ഥലം പഞ്ചാബിലെ സ്ഥലമല്ല. അതുകൊണ്ട് അത് ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആണ്. ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ഗുഡ്സ് ആകുമ്പോൾ തീർച്ചയായിട്ടും കമ്പൽസറി രജിസ്ട്രേഷൻ വേണം. അടുത്ത കേസ് 2 സർവീസ് ആണ്. സർവീസ് ആകുമ്പോൾ ഇന്റർസ്റ്റേറ്റ് ടാക്സബിൾ സപ്ലൈ സർവീസ് ആകുമ്പോൾ 20 ലക്ഷം വരെ എക്സംപ്റ്റഡ് ആണ്. ഇവിടെ 10,000 ഉള്ളൂ. അതുകൊണ്ട് അവിടെ കമ്പൽസറി രജിസ്ട്രേഷൻ ആവശ്യമില്ല. അടുത്ത കേസിൽ എക്സംപ്റ്റഡ് ഗുഡ്സ് 1,80,000 ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ഓഫ് എക്സംപ്റ്റഡ് ഗുഡ്സ് ആണ് അയാൾ ചെയ്യുന്നത്. അതുകൊണ്ട് അയാൾക്ക് എന്താ ആവശ്യമില്ല? കമ്പൽസറി ആയിട്ടുള്ള GSTയുടെ രജിസ്ട്രേഷൻ ആവശ്യമില്ല. ഇനി നേരത്തെ പഠിച്ചതിനൊക്കെ എക്സ്പ്ലനേഷൻസ് ആണ്. ഇനി ക്യാഷ് ടാക്സബിൾ പേഴ്സൺ, തീർച്ചയായിട്ടും അവർക്ക് എന്ത് വേണം? GST രജിസ്ട്രേഷൻ വേണം. അവർക്കൊരു ഫിക്സഡ് പ്ലേസ് ബിസിനസ് ഉണ്ടാവില്ല. അവർ എപ്പോഴേലും വന്നിട്ട് ബിസിനസ് നടത്തി പോയി ചെയ്യാം. അത്തരത്തിലുള്ള ആൾക്കാരെയാണ് ക്യാഷ് ടാക്സബിൾ പേഴ്സൺ എന്ന് വിളിക്കുന്നത് കേട്ടോ. അവർക്ക് തീർച്ചയായിട്ടും എന്ത് വേണം? GSTയുടെ കമ്പൽസറി രജിസ്ട്രേഷൻ വേണം. അവർ 5 ദിവസം മുന്നേ എന്നാണ് ബിസിനസ് ആരംഭിക്കുന്ന 5 ദിവസം മുന്നെയാണ് അവർക്ക് മാൻഡേറ്ററി രജിസ്ട്രേഷൻ വേണ്ടത്. അതുപോലെ തന്നെ റിവേഴ്സ് ചാർജ് മെക്കാനിസം, അതിന്റെ എക്സ്പ്ലനേഷൻ ആണിത്. റിവേഴ്സ് ചാർജ് മെക്കാനിസം ആകുമ്പോൾ കമ്പൽസറി രജിസ്ട്രേഷൻ വേണം. ഇവിടെ നോക്കുക, ഒരു മെസ്സേഴ്സ് XYZ ഒരു പാർട്ണർഷിപ്പ് ഫേമാണ്. അവര് ലുധിയാനയില് ഒരു കൺസ്യൂമർ ഡ്യൂറബിൾ ഷോപ്പ് നടത്തുന്നുണ്ട്. 15 ലക്ഷമാണ് ടേൺ ഓവർ. അവര് ഒരു GTA എന്ന് വെച്ചാൽ റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ വരുന്ന ഒരു കൺസെപ്റ്റ് ആണ്. അപ്പൊ GTA സർവീസ് ഓഫ് GTA അത് കൈപ്പറ്റിയാണ് 30,000 രൂപയ്ക്ക് കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ വരുന്ന ഒരു സർവീസ് ആണ്. അതുകൊണ്ട് ഇവർക്ക് എമൗണ്ട് ത്രെഷോൾഡ് ലിമിറ്റ് കൂടിയില്ലെങ്കിലും അഗ്രേറ്റ് ലിമിറ്റ് അഗ്രേറ്റ് ടേൺ ഓവർ 15 ലക്ഷം ഉള്ളൂ. അത് അതിന്റെ ഉള്ളിലാണ് എങ്കിലും ഇവർക്ക് കമ്പൽസറി രജിസ്ട്രേഷൻ വേണം. റിവേഴ്സ് ചാർജ് മെക്കാനിസം ആകുമ്പോൾ കമ്പൽസറി രജിസ്ട്രേഷൻ വേണം. അത് ക്യാഷ് ആയിട്ട് കൊടുക്കണം. നേരത്തെ എന്തെങ്കിലുള്ള ഇൻപുട്ട് ടാക്സ് ഇപ്പൊ ക്രെഡിറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ അടയ്ക്കുന്ന എമൗണ്ട് ഇൻപുട്ട് ടാക്സ് ആയിട്ട് ഫ്യൂച്ചറിൽ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും കേട്ടോ. ആണ് കാര്യം. ഇനി ഒരു കാര്യം, ഒരു എക്സംഷന്റെ കാര്യം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ ത്രെഷോൾഡ് ലിമിറ്റ് ഷാൽ കണ്ടിന്യൂ ഇൻ കേസ് ഓഫ് ഇൻവേർഡ് സപ്ലൈ അഡ്വക്കേറ്റ് സർവീസസ്. അപ്പൊ അഡ്വക്കേറ്റ് സർവീസിന്റെ കേസിൽ ചില കേസിൽ കിട്ടുന്ന ഒരു എക്സംഷൻ ആണ്. അപ്പൊ അഡ്വക്കേറ്റ് സർവീസ് ഒരു ബിസിനസ് എൻറ്റിറ്റി കൈപ്പറ്റുകയാണെന്ന് വെച്ചാൽ അഡ്വക്കേറ്റ് അല്ല GST കളക്റ്റീവ് അടയ്ക്കേണ്ടത്, ബിസിനസ് എൻറ്റിറ്റിയാണ് GST കളക്റ്റീവ് അടയ്ക്കേണ്ടത്. സപ്ലൈ ചെയ്യുന്ന സർവീസ് അഡ്വക്കേറ്റ് ആണ്, കൈപ്പറ്റുന്ന ബിസിനസ് എൻറ്റിറ്റിയാണ്. റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്ന കൺസെപ്റ്റ് അവിടെയാണ്. അവരാണ് GST അടയ്ക്കേണ്ടി വരിക. ഇവിടെ അഡ്വക്കേറ്റ് സർവീസിന്റെ കേസിൽ കമ്പൽസറി രജിസ്ട്രേഷൻ എന്നുള്ള എക്സംഷൻ ആണ്. അവിടെ XYZ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ നടത്തുകയാണ്. 15 ലക്ഷം ടേൺ ഓവർ, 3,000 രൂപ അഡ്വക്കേറ്റിന് ഫീസ് കൊടുത്തു ഒരു കേസ് വാദിക്കാൻ വേണ്ടി. ഇവിടെ അഡ്വക്കേറ്റ് സർവീസ് റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിലാണ്. പക്ഷെ ആ കേസിൽ ഗവൺമെന്റ് കൊടുത്ത എക്സംഷൻ ആണ് 20 ലക്ഷം വരെ അഗ്രേറ്റ് ടേൺ ഓവർ ഉള്ള ബിസിനസ് എൻറ്റിറ്റി ഇങ്ങനെ അഡ്വക്കേറ്റിന് ഫീസ് കൊടുക്കുകയാണെന്ന് വെച്ചാൽ അവിടെ റിവേഴ്സ് ചാർജ് മെക്കാനിസം വരില്ല, കമ്പൽസറി GST രജിസ്ട്രേഷൻ വരില്ല. അവർക്ക് അടയ്ക്കേണ്ട ആവശ്യമില്ല, GST കളക്റ്റീവ് അടയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇ-കോമേഴ്സ് ഓപ്പറേറ്റേഴ്സിന് പഠിക്കണ്ടായി. മേക്ക് മൈ ട്രിപ്പ്, ആമസോൺ, അതൊക്കെ ഇ-കോമേഴ്സ് വെബ്സൈറ്റുകളാണ് കേട്ടോ. ഇ-കോമേഴ്സ് ഓപ്പറേറ്റർ തീർച്ചയായിട്ടും അവർക്ക് എന്തുണ്ട്? കമ്പൽസറി രജിസ്ട്രേഷൻ ഇ-കോമേഴ്സ് ഓപ്പറേറ്റർക്ക് വേണം കേട്ടോ. അതിന്റെ ഒരു അതുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റ് ആണ്. ഇൻ റെസ്പെക്ട് ഓഫ് സ്പെസിഫൈഡ് സർവീസ് ടാക്സ് ഷാൽ ബി പെയ്ഡ് ബൈ ഇ-കോമേഴ്സ് ഓപ്പറേറ്റർ on behalf of the service suppliers. If such services supplied through it all
portions of the act shall apply to such e-commerce operator as if he is a supplier liable to pay tax in relation to supply such services. നോക്കൂ, ഇവിടെ ഒരു ഇ-കോമേഴ്സ് ഓപ്പറേറ്ററായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ ഗവൺമെന്റ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ ട്രാൻസ്പോർട്ടേഷൻ പാസഞ്ചർ ബൈ എ റേഡിയോ ടാക്സി, മോട്ടോർ ക്യാബ്, മാക്സി ക്യാബ് ആൻഡ് മോട്ടോർ സൈക്കിൾ ഇവിടെ സപ്ലൈ ചെയ്യുന്ന ആരെങ്കിലും ആയിരിക്കും, പക്ഷെ അത് ഇ-കോമേഴ്സ് ഓപ്പറേറ്റർക്കാണ് GST അടയ്ക്കേണ്ട ലാബിലിറ്റി ഉള്ളത്. അതുപോലെ തന്നെ ഹോട്ടല്, ഇന്ന്, അതുപോലെ തന്നെ ഗസ്റ്റ് ഹൗസ്, ക്ലബ്ബ്, അങ്ങനത്തെ കേസിലൊക്കെ ഏതെങ്കിലും പേഴ്സൺ ഇത് സപ്ലൈ ചെയ്യുന്ന ആളാവും. അത് ഇ-കോമേഴ്സ് ഓപ്പറേറ്റർ മുഖാന്തരമാണ് അത് സപ്ലൈ ചെയ്തെങ്കിൽ ഇ-കോമേഴ്സ് ഓപ്പറേറ്റർക്കാണ് GST അടയ്ക്കുന്ന ഉത്തരവാദിത്വം. ഇതൊക്കെ ഇ-കോമേഴ്സ് ഓപ്പറേറ്ററായിട്ട് ബന്ധപ്പെട്ട് വന്ന നോട്ടിഫിക്കേഷൻസ് ആണ്. അതുപോലെ ഹൗസ് കീപ്പിംഗ്, പ്ലംബിംഗ്, കാർപ്പൻറ്ററിങ് ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട സർവീസ് ചെയ്യുന്നത് ഏതെങ്കിലും വ്യക്തിയാണെങ്കിലും ഇത് ഇ-കോമേഴ്സ് ഓപ്പറേറ്റർ വന്നു ചെയ്ത ഇ-കോമേഴ്സ് ഓപ്പറേറ്റർക്കാണ് GST കളക്ട് അടയ്ക്കേണ്ട ആവശ്യമുള്ളത് കേട്ടോ. അപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ സർവീസ് എല്ലാം തന്നെ ഇ-കോമേഴ്സ് ഓപ്പറേറ്റർ മുഖാന്തരം ചെയ്യുമ്പോൾ ഇ-കോമേഴ്സ് ഓപ്പറേറ്റർ അടച്ചാൽ മതി. സാധാരണ രീതിയിൽ ഈ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ ഇമ്പോർട്ടന്റ്. ഞാൻ അവിടെ സൂചിപ്പിക്കുന്ന കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇ-കോമേഴ്സ് ഓപ്പറേറ്റർക്കും കമ്പൽസറി രജിസ്ട്രേഷൻ വേണം. ഇ-കോമേഴ്സ് ഓപ്പറേറ്റർ മുഖാന്തരം സപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്കും കമ്പൽസറി രജിസ്ട്രേഷൻ വേണം. പക്ഷെ ആ ഇ-കോമേഴ്സ് ഓപ്പറേറ്റർ മുഖാന്തരം സപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് കമ്പൽസറി രജിസ്ട്രേഷൻ വേണം എന്ന കേസിൽ ഗവൺമെന്റ് ഒഴിവാക്കിയിരിക്കുന്ന ചില കേസുകളാണ് നേരത്തെ കണ്ട് കേട്ടോ. ഇ-കോമേഴ്സ് ഓപ്പറേറ്റർ ഒഴിവാക്കിയിട്ടില്ല. ഇ-കോമേഴ്സ് ഓപ്പറേറ്റർ മുഖാന്തരം സപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് കമ്പൽസറി രജിസ്ട്രേഷൻ വേണം. അതിൽ ഒഴിവാക്കിയിരിക്കുന്ന ആൾക്കാരാണ് ഇപ്പൊ കണ്ടത് കേട്ടോ. ഓക്കെ. അതുപോലെ നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ അവർ എപ്പോഴേ ട്രാൻസാക്ഷൻ നടത്തുന്നുള്ളൂ. ഒന്നും ഗുഡ്സ് ആയിരിക്കാം, സർവീസ് ആയിരിക്കാം, പ്രിൻസിപ്പൽ ആയിട്ട് ഏജന്റ് ആയിട്ടോ. അവർക്ക് ഫിക്സഡ് പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ടാവില്ല. അവരും 5 ദിവസം മുന്നേ GSTയുടെ രജിസ്ട്രേഷൻ എടുക്കണം. മാക്സിമം വാലിഡിറ്റി 90 days ആണ് കേട്ടോ. ഇനി അടുത്ത് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യമാണ്, നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ.